ലോകം ഇന്ന് സ്ത്രീ ശാക്തീകരണത്തിന്റെ പാതയിലാണ്. സ്ത്രീ ശാക്തീകരണം എന്തായിരിക്കണമെന്നും എങ്ങനെയായിരിക്കണമെന്നും എത്രത്തോളം ആകാമെന്നുമൊക്കെ പല കോണുകളിൽ നിന്നും പലതരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആഗോളതലത്തിലെ സമുന്നത വേദികൾ മുതൽ ഗ്രാമാന്തരങ്ങളിൽ വരെ സ്ത്രീമാറ്റത്തിന്റെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീത്വത്തിന്റെ നൈസർഗികമായ കഴിവുകളെ സമൂഹത്തിന്റെ സമൂല പരിവർത്തനത്തിനും ഉതകും വിധം മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് എങ്ങും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് സാമൂഹ്യ വിപ്ലവത്തിന് സ്ത്രീശക്തി എന്ന പ്രമേയവുമായി 2010 ജനുവരി 24 കുറ്റിപ്പുറത്ത് നടക്കുന്ന സമ്മേളനം വ്യതിരക്തമാകുന്നത്. അക്ഷരം കൂട്ടി വായിക്കാൻ പഠിച്ച് സാക്ഷരപ്പട്ടികയിൽ ഇടം നേടാനല്ല, അറിവിനെ ആയുധമാക്കി പ്രവാചകൻ വകവെച്ചു തന്ന എല്ലാ അവകാശാധികാരങ്ങളും നേടി അധർമ്മിയായ ഭരണകൂടത്തോടും സ്ത്രീയെ ഇരയും പതിതയുമാക്കുന്ന നിലവിലെ എല്ലാ സാമൂഹ്യ തിന്മകളോടും മതമാമൂലുകളോടും പൊരുതുന്ന ഒരു തലമുറയുടെ വീണ്ടെടുപ്പിനായി കുടുംബത്തെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ട ഭൂമിയിലാണ് ജമാഅത്തെ ഇസ്ലാമി നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് വിവിധ ജില്ലകളിലായി സംഘടിപ്പിച്ചിരിക്കുന്ന സെമിനാറുകളുടെ ഭാഗമായി മാധ്യമങ്ങളിലെ സ്ത്രീ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിലാണ് നാം ഇപ്പോഴുള്ളത്. ആധുനിക കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകളായി മനുഷ്യ സമൂഹം പവിത്രമായി കണ്ടുവരുന്ന മറകൾ തകർക്കപ്പെടുകയും അതിർവരമ്പുകൾ ലംഘിക്കപ്പെടുകയും ചെയ്യുന്നു. പുതിയൊരു ഉന്മാദ സമൂഹം സദാചാരത്തെയും സംസ്കാരത്തെയും വെറുക്കുന്നവരായി രംഗത്ത് വന്നു കഴിഞ്ഞു. അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരങ്ങളിലോ വാദങ്ങളിലോ കുടുങ്ങിക്കിടക്കുകയല്ല അവർ ചെയ്യുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ പ്രയോഗവൽക്കരണത്തിലാണ് അവർക്ക് താൽപര്യം. പുതുതലമുറയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ആടിത്തിമർക്കുമ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്നതും എഴുതുന്നതും ജീർണതകളെ മഹത്വവൽക്കരിച്ച് സിദ്ധാന്തങ്ങൾ ചമയ്ക്കുന്നതും സ്വതന്ത്ര ബുദ്ധിജീവികളും ഒരുപറ്റം സാംസ്കാരിക മനുഷ്യാവകാശ പ്രവർത്തകരുമാണ്. ഒരു വിഷയത്തിൽ പൊതുജനങ്ങളുടെ കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്നതും ഉരുത്തിരിയുന്നതും പ്രധാനമായും മാധ്യമങ്ങളിലൂടെയാണ്. അതിനാൽ വിഷയങ്ങളെ ഏതു രീതിയിൽ വായിക്കപ്പെടണമെന്ന് തീരുമാനിക്കുന്നത് മാധ്യമങ്ങളുടെ പ്രത്യയശാസ്ത്രമാണ്. മതങ്ങളും ആദർശങ്ങളും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും അവകാശങ്ങളും അനുവദിച്ചു നൽകിയാലും സമൂഹത്തിന്റെ പൊതുബോധം അത് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. പൂർണ്ണമായും പുരോഗതി കൈവരിച്ചു എന്നവകാശപ്പെടുന്ന ഇന്നത്തെ സാഹചര്യത്തിലും സ്ത്രീകളെ അലസമായി അവതരിപ്പിക്കുന്നതിൽ മാധ്യമങ്ങളുടെ സ്വാധീനം വളരെ വലുതാണ്. ഏതൊരു കാര്യത്തിലും സത്യസന്ധവും നീതിനിഷ്ഠവുമായ നിലപാട് രേഖപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾ പരാജയപ്പെടുന്നതിൽ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. എല്ലാ വിഭാഗങ്ങളിലും എന്നതുപോലെ മാധ്യമങ്ങളിലും പുരുഷാധിപത്യം നിലനിൽക്കുമ്പോഴാണ് പെണ്ണെഴുത്തിന്റെ പുതിയ ശാഖ രൂപപ്പെട്ടത്. സ്ത്രീ ശാക്തീകരണത്തെ ശരിയായി നിർവചിക്കുന്നതിൽ സ്ത്രീവാദികൾ പാടെ പരാജയപ്പെട്ടു പോയി. ദൈവം സ്ത്രീക്ക് അനുവദിച്ചു നൽകിയ അവകാശങ്ങളും പദവികളും നേടിയെടുക്കുന്നതിലും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിലും അവളെ ബോധവൽക്കരിക്കുവാൻ മാധ്യമങ്ങൾക്ക് കഴിയണം. ചിലയിടങ്ങളിൽ നിന്നും അതിനുള്ള ശ്രമങ്ങൾ സ്വാഗതാർഹമാണ്. വിരൽ തുമ്പിൽ പേന പിടിക്കുമ്പോൾ നമുക്ക് എന്തും എഴുതാം. അങ്ങനെ എന്തും എഴുതാവുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ അവളുടെ വിജയഗാഥകൾ മുങ്ങിപ്പോവുകയാണ്. സ്ത്രീഹത്യയുടെ കരളലിയിപ്പിക്കുന്ന വിവിധ ഭാവങ്ങളാണ് നാം നിത്യേനം ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ ഇന്ന് വാർത്ത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങളുടെ ആധിക്യം ഒരു മത്സരത്തിലേക്ക് അവയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ചാനലുകളും വാർത്താമാധ്യമങ്ങളും സംഭവങ്ങളെ ആഘോഷിക്കുകയാണ്. കിട്ടുന്ന വാർത്തകൾ തൊണ്ട തൊടാതെ അപ്പടി വിഴുങ്ങുകയും അതുപോലെ ഛർദ്ദിച്ചു വയ്ക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനോ സത്യസന്ധമായി അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനോ ശ്രമിക്കാതെ കിട്ടുന്ന വാർത്തകൾ അല്പം എരിവും പുളിയുമൊക്കെ ചേർത്ത് പ്രേക്ഷകരെ ആനന്ദിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്കാണ് മാധ്യമങ്ങളുടെ പോക്ക്. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി എന്തും എഴുതുവാനും ദൃശ്യവൽക്കരിക്കുവാനും മടി കാണിക്കാത്ത ഒരു സംസ്കാരത്തിലേക്കാണ് മീഡിയകളുടെ പോക്ക്. ഇതിലൂടെ നമ്മുടെ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. വൃത്തികേടുകളും ആഭാസത്തരങ്ങളും വിളമ്പുന്ന ദൃശ്യമാധ്യമങ്ങൾ തലമുറകളുടെ സംസ്കരണം സാധ്യമാകേണ്ടുന്ന കുടുംബങ്ങളിൽ ഛിദ്രതയും കലഹങ്ങളും നിത്യസംഭവങ്ങളാക്കി മാറ്റുന്നു. ഈയടുത്ത് നാം കണ്ടു ഒരു ചാനലുണ്ടാക്കിയ പുക്കാറുകൾ എത്രയെത്ര കുടുംബങ്ങളെയാണ് കണ്ണീരിലാഴ്ത്തിയത്. പ്രേക്ഷകരെ ആനന്ദിപ്പിക്കാൻ അവർ കണ്ടുപിടിച്ച മാർഗം വിവാഹത്തിനു മുമ്പ് ദമ്പതികൾക്കുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു പരിപാടിയാണ്. നുരപരിശോധനയ്ക്ക് ദമ്പതികളെ വിധേയരാക്കിക്കൊണ്ട് തങ്ങളുടെ ഇണകളുടെ മുമ്പിൽ വെച്ച് വിവാഹത്തിനു മുമ്പ് തനിക്കുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് ചോദിക്കും. സത്യം പറഞ്ഞാൽ ലഭിക്കുന്നത് ₹1,00,000. പക്ഷേ നാം ദാമ്പത്യ തകർച്ചയിലൂടെ ഒടുക്കേണ്ടി വരുന്ന വില എത്രയാണ് എന്ന് നാം മനസ്സിലാക്കി.
മനസ്സിലാക്കുന്നില്ല. പണമെന്ന് കേട്ടാൽ മുൻപിൻ നോക്കാതെ പുറപ്പെടുന്ന സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, നിങ്ങൾക്കിനിയും ലജ്ജിക്കാനായില്ലേ എന്ന് തന്നെയാണ്. കുടുംബിനികളായ ഒരുപാട് സഹോദരിമാർ ദൃശ്യമാധ്യമങ്ങളുടെ മായിക വലയത്തിൽപ്പെട്ട് കുടുങ്ങിയവരാണ്. വീട്ടുജോലികൾ യന്ത്രവൽക്കരിക്കപ്പെട്ടപ്പോൾ ധാരാളം ഒഴിവ് സമയങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇതിനെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താതെ മീഡിയകളുടെ പുറകെ പായാനാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. FM സ്റ്റേഷനുകളിലെ ഫോണിൻ പരിപാടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഇതിൽ കൂടുതലും വിളിക്കുന്നത് വീട്ടമ്മമാരാണ്. ഇതിലെ അവതാരകൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശൃംഗാര ചുവയോടുകൂടിയുള്ള മറുപടി, വീട്ടിലെ വിശേഷങ്ങളും ഭർത്താവും മക്കളും പോയാൽ താൻ തനിച്ചാണെന്നും വീട്ടിലേക്ക് വരാനുള്ള വഴിവരെ പറഞ്ഞു കൊടുക്കുന്ന സഹോദരിമാർ മനസ്സിലാക്കണം. ഇത് ബാർബർ ഷോപ്പിലും കവലകളിലും ആൾക്കൂട്ടങ്ങളിലും തുറന്നു വെച്ചിരിക്കുന്ന പെട്ടിയിലൂടെ കള്ളനും കൊള്ളക്കാരനും സാമൂഹ്യദ്രോഹിയും മനസ്സിലാക്കുന്നുണ്ട് എന്ന്, അല്ലെങ്കിൽ ഇത് കേൾക്കുന്നുണ്ട് എന്ന സത്യം നാം മനസ്സിലാക്കണം. അവർക്ക് പുതിയ തന്ത്രങ്ങൾ മെനയാനുള്ള സന്ദേശം കൂടിയാണ് ഇതുപോലുള്ള പരിപാടികൾ. നേരം പോക്കുകൾക്കായി നാം ഉപയോഗിക്കുന്ന മാർഗങ്ങൾ നമുക്കെതിരെ കൊടുങ്കാറ്റായി തിരിച്ചടിക്കുമെന്ന സത്യം നാം മറന്നുപോകരുത്. ഈയടുത്ത് കുടുംബ തകർച്ചയുടെ ഒരു ദൃശ്യം നാം പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും കാണുകയുണ്ടായി. അയൽവാസികളായ 2 സ്ത്രീകൾ ഭർത്താവിനെ സംശയിക്കുന്നതിന്റെ പേരിൽ വനിതാ കമ്മീഷനെ സമീപിച്ചു. പരാതികൾ പരിഹരിക്കപ്പെടാനാവാതെ കോടതിയിലേക്ക് പറഞ്ഞ സഹോദരിമാർ നടുറോഡിൽ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളും നമുക്ക് ദൃശ്യമാധ്യമങ്ങൾ വിളമ്പിത്തന്നു. കുടുംബ തകർച്ചയുടെ കാരണങ്ങൾ തങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്ന് അറിയാനിട്ടല്ല, കച്ചവട താൽപര്യം അവരെ അടക്കി ഭരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് തന്നെയാണ് അവർ തീരുമാനിക്കുന്നത്. സ്ത്രീ ഇന്ന് സമൂഹത്തിൽ കച്ചവടവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്ത്രീ എന്നാൽ ശരീരമാണെന്നും സൗന്ദര്യമെന്നാൽ വെളുപ്പാണെന്നും നമ്മെ പഠിപ്പിക്കുന്നത് മാധ്യമങ്ങളാണ്. അവളുടെ അഭിമാനവും അന്തസ്സും പിച്ചിച്ചീത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്ത്രീയെ അവളുടെ കഴിവുകളെ വളർത്തിക്കൊണ്ടുവരികയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ട മാധ്യമങ്ങൾ അവളെ ചെളിക്കുണ്ടിലേക്ക് താഴ്ത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ചാനൽ സംസ്കാരം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. റിയാലിറ്റി ഷോയുടെ പേരിൽ നടക്കുന്ന ആഭാസങ്ങൾ കൗമാരക്കാരെയും യുവതികളെയും വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഇവ ഉയർത്തുന്ന സാംസ്കാരിക പ്രശ്നങ്ങളും മൂല്യബോധത്തിൽ അത് സൃഷ്ടിക്കുന്ന തകർച്ചയും ഇനിയും ആഴത്തിൽ വിശകലനം ചെയ്യപ്പെട്ടിട്ടില്ല. ഈ അടുത്ത് നാം മാധ്യമങ്ങളിൽ വായിച്ചു, റിയാലിറ്റി ഷോയുടെ പേരിൽ 5 നക്ഷത്ര ഹോട്ടലുകളിൽ താമസിപ്പിച്ച കുറെ പെൺകുട്ടികൾ അവസാനം ഇന്റർനെറ്റിലൂടെ അവരുടെ നഗ്നത വിറ്റഴിക്കപ്പെടുന്നത് അറിഞ്ഞപ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ അബദ്ധത്തെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ വിലപിച്ചിട്ട് കാര്യമില്ലല്ലോ സഹോദരിമാരെ. ഏത് ചൂഷണത്തിനും നിന്നുകൊടുക്കാൻ നമ്മുടെ പെൺകുട്ടികൾ തയ്യാറാവുന്നു എന്നതാണ് ഇത് സത്യം. നമ്മുടെ വനിതാ പ്രസിദ്ധീകരണങ്ങൾ പോലും ചർച്ച ചെയ്യപ്പെടുന്നത് സ്ത്രീകളുടെ അടിസ്ഥാന പ്രശ്നങ്ങളല്ല, അവർക്കിന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗവും മാറുന്ന ഫാഷനെ കുറിച്ചുമൊക്കെയുള്ള ചർച്ചകളാണ്. ഇന്റർനെറ്റിന്റെ മായിക വലയത്തിൽപ്പെട്ട് വഴിതെറ്റുന്ന എത്ര സഹോദരിമാരാണുള്ളത്. ഓർക്കൂട്ടും ബ്ലൂടൂത്തും ഫോൺസൈറ്റുമൊക്കെ ഒരു ഹരമായി മാറിയ ആധുനിക കാലഘട്ടത്തിൽ കയറൂരിവിട്ട മീഡിയയെ നിയന്ത്രിച്ചില്ലെങ്കിൽ വരും തലമുറ ഇതിനേക്കാൾ വമ്പിച്ച ഒരു വിപത്തിലേക്കായിരിക്കും ചെന്നെത്തുക. ഇനി നമ്മുടെ കലാകായിക രംഗങ്ങളിലേക്ക് നാം ഒന്ന് നോക്കുക. അത്ലറ്റായ ഒരു സ്ത്രീയുടെ ക്യാമറ കണ്ണുകൾ അവരുടെ നഗ്നതയിലേക്കാണ് അവരുടെ ഫോക്കസ് തിരിച്ചു വെച്ചിരിക്കുന്നത്. കായിക രംഗമെന്ന് പറഞ്ഞാൽ അല്പം മാത്രമേ തുണിവെടുക്കാൻ പാടുള്ളൂ എന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുരുഷന്മാർ അവരുടെ നഗ്നത പൂർണ്ണമായും മറയ്ക്കുമ്പോൾ സ്ത്രീകൾ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് മീഡിയകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അതിനെയും കച്ചവടവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്യാമ്പസുകളെ കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. പണ്ട് കാലങ്ങളിൽ ക്യാമ്പസുകൾ വിവിധ ചർച്ചകൾ, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ചർച്ചകളും സംവാദങ്ങളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വളരെ ക്രിയാത്മകമായി സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നുവെങ്കിൽ ഇന്ന് ക്യാമ്പസ് അക്രമ രാഷ്ട്രീയത്തിന്റെയും മൊബൈൽ ഫോണുകളുടെയും അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെയും ഒക്കെ അടിമകളായി മാറിയിരിക്കുന്നു. ഇന്നലത്തെ പത്രത്തിൽ ഞാൻ കണ്ടു, എറണാകുളം മഹാരാജാസ് കോളേജിൽ അക്രമ രാഷ്ട്രീയത്തിന്റെ പേരിൽ പടവെട്ടിയ കുറെ ചെറുപ്പക്കാർ വടിവാളുമായി നടങ്ങുമെന്ന ദൃശ്യം നമ്മുടെ പത്രമാധ്യമങ്ങൾ നമുക്ക് വിളമ്പിത്തന്നു. അപ്പോൾ ഏത് രംഗത്ത് നോക്കിയാലും സ്ത്രീയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ സ്ത്രീയെ കച്ചവടവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനിടയ്ക്കും മാധ്യമങ്ങൾ നമുക്ക് വിളമ്പിത്തരുന്ന ചില കനൽപ്പൊട്ടുകൾ നമ്മൾ കാണാതെ പോകരുത്.
ഫലസ്തീനിലെ ഇസ്രായേലി ടാങ്കുകൾക്ക് മുമ്പിൽ ഫലസ്തീനിൽ അക്രമമായിക്കൊണ്ട് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന ഇസ്രായേലി ടാങ്കുകൾക്ക് മുമ്പിൽ ചങ്കൂറ്റത്തോട് കയറി നിന്നുകൊണ്ട് ഇവരെ കൊല്ലരുത് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ നമുക്ക് മാധ്യമം പരിചയപ്പെടുത്തി തന്നു. അതുപോലെ തന്നെ മോർച്ചറിയിൽ ശവം വിട്ടുകിട്ടാൻ പൈസയില്ലാതെ വിഷമിക്കുന്ന ബന്ധുക്കളുടെ മുമ്പിൽ കാക്കിയിട്ട കൈകളിൽ നിന്നും അവരുടെ വളയെ ഊരി നൽകിക്കൊണ്ട് സമൂഹത്തിന്റെ കാരുണ്യത്തിന്റെ പ്രതീകമായ സ്ത്രീകൾ നിൽക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അതുപോലെ തന്നെ സ്ത്രീ മുന്നേറ്റത്തിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച അരുന്ധതി റോയിയെ പോലുള്ള ട്രീസ സച്ചിൽവാദിനെ പോലുള്ള സഹോദരിമാരും നമുക്ക് പഠിപ്പിച്ചു. പക്ഷേ എങ്കിൽ പോലും സ്ത്രീകളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സർവ്വതോന്മുഖമായ ഇടപെടലുകളാണ് നമുക്ക് നടത്തേണ്ടത്. ഇതൊക്കെയും മീഡിയ നമ്മെ ഉപയോഗപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. എന്തുകൊണ്ട് മീഡിയയെ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൂടാ? മീഡിയയ്ക്ക് ഒരു പോസിറ്റീവ് വശമുള്ളത് നമ്മൾ കണ്ടുകൂടാതിരുന്നുകൂടാ? എനിക്ക് പറയുവാനുള്ളത്, മീഡിയ രംഗത്തേക്ക് ഒരുപാട് സ്ത്രീകൾ കടന്നു വരേണ്ടതുണ്ട്. നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങളെ യഥാർത്ഥ രൂപത്തിൽ സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ മീഡിയയെ നാം ഉപയോഗപ്പെടുത്തണം. ഇന്റർനെറ്റിന്റെ അതിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാനുള്ള വിജ്ഞാനം നാം സമ്പാദിക്കണം. തങ്ങളുടെ കുടുംബ ഭരണത്തോടൊപ്പം വീട്ടിൽ നിന്ന് തന്നെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒഴിവ് സമയങ്ങളെ ക്രിയാത്മകമായി ചിലവഴിക്കാൻ കഴിയുന്നതോടൊപ്പം സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും ഇതിലൂടെ നമുക്ക് കഴിയും. ഓർക്കൂട്ടിലൂടെ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുകയും അതിലൂടെ നന്മ പ്രചരിപ്പിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും വേണം. പത്രപ്രസിദ്ധീകരണങ്ങൾ പ്രശ്നങ്ങളെ വലിച്ചൊടിക്കാതെ കെട്ടുറപ്പുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തണം. SMS നല്ല ആശയങ്ങൾ കൈമാറാനുള്ള ഒരു വേദിയാക്കി മാറ്റണം. അതിനുള്ള ഒരു തുടക്കമാകണം ഇതുപോലുള്ള സെമിനാറുകൾ എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, സ്ത്രീ മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ നിങ്ങളും പങ്കാളികളാകണം. 2010 ജനുവരി 24 കുറ്റിപ്പുറത്ത് നടക്കുന്ന സമ്മേളനം ഇതിനുള്ള തുടക്കമാണ് എന്നും ഇതോടുകൂടി അവസാനിക്കുന്നതല്ല എന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ മാർഗത്തിൽ ഇത് തുടർക്കഥയായിക്കൊണ്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. സ്ത്രീ മുന്നേറ്റത്തിന് വേണ്ടി, സ്ത്രീകളെ സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. നിങ്ങളുടെ പൂർണ്ണ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്കേവർക്കും ദൈവം തമ്പുരാൻ ഒരിക്കൽ കൂടി കരുണാകടാശങ്ങൾ വർഷിക്കുമാറാകട്ടെ. സാമൂഹിക വിപ്ലവത്തിന് സ്ത്രീ ശക്തി എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് 2010 ജനുവരി 24 കുറ്റിപ്പുറത്ത് നടക്കാൻ പോകുന്ന മഹാസമ്മേളനത്തിന്റെ മുന്നോടിയായിട്ടാണ് ഇതുപോലെയുള്ള ജില്ലാതലത്തിലും അല്ലെങ്കിൽ മറ്റ് പല തലങ്ങളിലുമുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഏറെക്കാലമായി ദൂരെ നിന്നും അടുത്തു നിന്നും നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പൊതുപ്രവർത്തകയാണ് ഞാൻ. നിശ്ചയമായും സ്ത്രീ ശാക്തീകരണം എന്നുള്ള ഒരു വാക്ക് ഇന്ന് സമൂഹത്തില് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ആ പദം ഏറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരു വനിതാ വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ വിഭാഗം എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട്. തീർച്ചയായും നമ്മുടെ എല്ലാം ബഹുമാന്യയായ സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആനുകാലികമായിട്ടുള്ള സ്ത്രീയുടെ പ്രസക്തിയെ സംബന്ധിച്ചും സ്ത്രീകൾ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെ സംബന്ധിച്ചുമൊക്കെ വളരെ വിശദമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഇന്ന് മാധ്യമങ്ങളിലെ സ്ത്രീ എന്നുള്ള വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഇവിടെ നടക്കുന്ന ഈ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമ്മൾ ബോധവതികളാണ്. സ്ത്രീയുടെ ഇന്നത്തെ നിലയെ സംബന്ധിച്ച് ഭരണഘടനാപരമായി ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളെ സംബന്ധിച്ച്
അവകാശങ്ങളെ സംബന്ധിച്ചും തുല്യതകളെ സംബന്ധിച്ചും ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിമാരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന, നമ്മളെ കേൾക്കുന്ന ആളുകളുടെ മുന്നിൽ സ്ത്രീക്ക് അനുകൂലമായിട്ടുള്ള നിയമവശങ്ങളെ സംബന്ധിച്ചും അവകാശങ്ങളെ സംബന്ധിച്ചും ആവർത്തിച്ചാവർത്തിച്ച് പറയുക എന്നുള്ളത് ഒരു കർത്തവ്യമായി ഞാനും നിങ്ങളുമൊക്കെ ഏറ്റെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തില് ഞാൻ എവിടെ പോയാലും പറയാറുണ്ട്, സ്ത്രീയും പിന്നെ ചേർത്തുകൊണ്ടുള്ള നിരവധിയായ വിഷയങ്ങളിൽ ഞാൻ തന്നെ ഒരു 100 കണക്കിന് വരുന്ന യോഗങ്ങളിലും ഇതുപോലെയുള്ള സെമിനാറുകളിലും ഒക്കെ പോയിട്ടുണ്ട്. സ്ത്രീയും വിദ്യാഭ്യാസവും, സ്ത്രീയും മാധ്യമങ്ങളും, സ്ത്രീയും ആരോഗ്യവും, സ്ത്രീയും രാഷ്ട്രീയവും തുടങ്ങി നിരവധിയായ സ്ത്രീയുമായി ചേർത്തുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയാണ്. എന്നാണ് ഇതൊന്ന് അവസാനിപ്പിക്കുക എന്ന് ഞാൻ എപ്പോഴും ഓർക്കും. പക്ഷെ അവസാനിപ്പിക്കുന്നത് സ്ത്രീ ഇതിൽ നിന്നൊക്കെ കുറേയേറെ ഉന്നതമായ തലത്തിലേക്ക് ഈ ആനുകാലിക വിഷയങ്ങളൊക്കെ ഉൾക്കൊണ്ട് എത്തിച്ചേരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ തരം ചർച്ചകൾ നമ്മുടെ നാട്ടില് അവസാനിക്കുക എന്ന് ഞാൻ കരുതാറുണ്ട്. നിശ്ചയമായിട്ടും ഇന്ന് മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇവിടെ പറയുമ്പോൾ മാധ്യമങ്ങളുടെ പ്രസക്തി നമുക്ക് തള്ളിക്കളയാനാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയല്ല കടന്നു പോകുന്നത്. മാധ്യമങ്ങളെ കണ്ണടച്ച് മാധ്യമങ്ങളിലൂടെ പറയുന്ന മുഴുവൻ കാര്യങ്ങളും പൂർണ്ണമായും ശരിയാണ് എന്ന് നമുക്ക് അടിവരയിടാൻ കഴിയില്ല. പക്ഷേ വിവര സാങ്കേതിക വിദ്യാരംഗത്ത് വലിയ ഉയർച്ചയുടെ പടവുകളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ മാധ്യമങ്ങൾക്ക് സമൂഹത്തിലുള്ള റോളുകൾ നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. അതുകൊണ്ട് മാധ്യമങ്ങളാണ് ഇതിനൊക്കെ പരിപൂർണമായ ഉത്തരവാദിത്തം എന്നുള്ള ഒരു വാദഗതിയോട് എനിക്ക് അതുകൊണ്ട് തന്നെ യോജിക്കാനും കഴിയില്ല. നമുക്കറിയാം, മൽക്കദിരി ഹൈറിഹി വ ഷർറിഹി മിനല്ലാഹി തആല, ഹൈറും ഷർറും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് എന്ന് വിശ്വസിക്കുന്ന സഹോദരിമാരുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. നിശ്ചയമായും നമ്മുടെ സമൂഹത്തിൽ നല്ലതും ഒരു വഴിക്കുണ്ട്, ചീത്തയും ഒരു വഴിക്കുണ്ട്. ഈ നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം അത് നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളിടത്താണ് സത്യത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഇന്ന് ഈ ആധുനിക ലോകത്ത് മൊബൈൽ ഫോണുകൾ ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പോകാൻ കഴിയുമോ? ഞാനൊക്കെ വീട്ടിൽ നിന്ന് ഒരുപക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ ചെല്ലുന്നത്. പൊതുപ്രവർത്തന രംഗത്ത് നിരവധിയായ പരിപാടികൾ അല്ലെങ്കിൽ തിരക്കിട്ട പരിപാടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ കുടുംബത്ത് നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള ആ ഒരു നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ കുടുംബത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ തന്നെ പൊതുരംഗത്തേക്ക് കടന്നു വന്ന് നിലനിൽക്കുന്ന ഒരാളാണ്. എന്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾക്കോ എന്റെ വിശ്വാസങ്ങൾക്കോ എന്റെ മതവിശ്വാസത്തിനോ യാതൊരു തരത്തിലും എന്റെ പൊതുപ്രവർത്തനം തടയിടരുത് അല്ലെങ്കിൽ പൊതുപ്രവർത്തനം ബാധ്യതയാകരുത് എന്ന് വിശ്വസിച്ചുകൊണ്ട് കഴിഞ്ഞ 26-27 വർഷമായി വളരെ ചെറുപ്പം മുതലേ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന് പൊതു രാഷ്ട്രീയ രംഗത്ത് നിലകൊള്ളുന്ന ഒരു സാധാരണ കുടുംബത്തിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ എന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്റെ മോള് സ്കൂളിൽ പോയിട്ട് എത്ര മണിക്ക് എത്തി, ട്യൂഷൻ കഴിഞ്ഞ് എപ്പോൾ വന്നു എന്നെനിക്കറിയണം, എപ്പോൾ ട്യൂഷന് പോകുന്നു എന്നറിയണം, മോൻ പഠിത്തം കഴിഞ്ഞ് വന്നോ എന്നറിയണം, ഭർത്താവ് ഓഫീസിൽ നിന്ന് എത്തിയോ എന്നറിയണം. നിരവധിയായ കാര്യങ്ങൾ നമുക്കറിയുവാനുണ്ട്. പക്ഷേ ആധുനിക രംഗത്ത് മൊബൈൽ ഫോണിന്റെ ദൂഷ്യഫലങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ എന്നാൽ പിന്നെ ഈ മൊബൈൽ ഫോൺ നമുക്കങ്ങ് ഉപേക്ഷിച്ചേക്കാം എന്ന് നമുക്ക് കരുതുക വയ്യ. പക്ഷെ ഉപയോഗിക്കുമ്പോൾ നിയന്ത്രിതമായി നമ്മളൊരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. സത്യത്തിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കണം, കുട്ടികളെ പരിശീലിപ്പിക്കണം, പെൺകുട്ടികളെ പ്രത്യേകിച്ച് സാരിത്തുമ്പിൽ കെട്ടിയിട്ടുകൊണ്ട് പോകണം എന്നൊക്കെ അഭിപ്രായപ്പെടുന്ന ഈ സമൂഹത്ത് അത്തരം വിഷയങ്ങളോട് യോജിക്കാൻ എനിക്ക് കഴിയുന്നില്ല. വേണ്ടത് നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതും കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുവാൻ വേണ്ടിയുള്ള എല്ലാവിധത്തിലുള്ള വിദ്യയും കണ്ടെത്തേണ്ടത് ഇന്ന് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് രീതിയിൽ കൊടുക്കുന്ന മൊബൈൽ ഫോൺ ആകട്ടെ ഇന്റർനെറ്റ് ആവട്ടെ അത് ഏത് തരത്തിൽ അവർ ഉപയോഗിക്കണം, നിയന്ത്രിതമായി നമ്മുടെ വലയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പരിശീലനമാണ് നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ടുള്ളത്. ഇതിന്റെ ചീത്തവശങ്ങളൊക്കെ തന്നെ എടുത്തുകൊണ്ട് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ചീത്തവശങ്ങൾ മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് പറയാനുണ്ട് ചീത്തവശങ്ങളെ സംബന്ധിച്ച്. കഴിഞ്ഞ ഒരു വർഷം അമ്പലപ്പുഴ ആലപ്പുഴ ജില്ലയിൽ ബഹുമാന്യായ വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്ക് ഒക്കെ അവരൊക്കെ ഇടപെട്ടിരുന്ന ഒരു കാര്യമാണ്. ആലപ്പുഴ ജില്ലയിൽ ഒരു സ്കൂളിൽ, അമ്പലപ്പുഴയിൽ ഒരു സ്കൂളില് 3 വിദ്യാർത്ഥിനികൾ മൊബൈൽ ഫോണിലൂടെ ഉണ്ടായിട്ടുള്ള ചില വൈകൃതങ്ങളുടെ പേരിൽ ഒരുമിച്ച് ആത്മഹത്യ ചെയ്ത് അടുത്തടുത്ത ബെഞ്ചുകളിൽ കിടന്നത് നമ്മൾ ഓർക്കുകയാണ്. ഇന്നും അതിന്റെ യഥാർത്ഥ കാരണം എന്തെന്നോ
യഥാർത്ഥ കുറ്റക്കാരാരാണെന്നോ എന്തുകൊണ്ട് ഈ കുട്ടികൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് നടന്നു നീങ്ങി എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് കണ്ടെത്താൻ നമുക്കായിട്ടില്ല എന്നുള്ള വസ്തുത ഒരു വഴിക്ക് നിൽക്കുന്നു. ആ കുട്ടികളുടെ വീട് പലതവണ സന്ദർശിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പരിധിവരെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ആധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ വേണമെന്ന് പറയുമ്പോൾ, ആധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ഞങ്ങൾക്കും വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് എങ്ങനെ നിയന്ത്രിച്ച് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത ഒരു തരത്തിലുള്ള ഉപയോഗത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, മൊബൈൽ ഫോണുകൾ നമുക്ക് വേണം. ഇന്ന് മാധ്യമങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മോശപ്പെട്ട പരിപാടികളെ സംബന്ധിച്ചൊക്കെ ഇവിടെ പറയുകയുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, ഈ പരിപാടികൾ വരുമ്പോൾ എന്തിനാണ് നമ്മൾ കാശ് മുടക്കി നമ്മുടെ വീടിന്റെ വാതുക്കൽ വെച്ചിരിക്കുന്ന കുടുംബ സദസ്സുകളിൽ ഈ സ്ത്രീ നെഞ്ചത്തിട്ടടിച്ച് കരയുന്ന സീരിയലുകളും ചിത്രങ്ങളും ഒക്കെ കാണണമെന്ന് വെക്കുന്നതിന് നമ്മുടെ കൈ ഒന്ന് പ്രയോഗിച്ചാൽ ആ സ്വിച്ച് ഓഫ് ചെയ്താൽ ആ പരിപാടി കഴിഞ്ഞില്ലേ? അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നോക്കിയിരിക്കുകയാണ്. ഇന്നലെ കരഞ്ഞ സ്ത്രീയുടെ ഇന്നത്തെ സ്ഥിതി എന്തായി എന്നറിയാൻ. വിവാഹേതര ബന്ധങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന കഥകളും അതുപോലെയുള്ള ചലച്ചിത്രങ്ങളും അതുപോലെയുള്ള സീരിയലുകളും ഒക്കെയല്ലേ ഇന്ന് കൂടുതൽ ഓടുന്നത്. അപ്പൊ ഇതൊക്കെ കാണുവാൻ വേണ്ടി ഇന്ന് കണ്ടിട്ട് നാളെ ആ സമയം വരുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുകയാണ് ബാക്കി കാണാൻ വേണ്ടി. അപ്പൊ ഇത് കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന വലിയൊരു വിഭാഗം നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് മറന്നുകൊണ്ട് പോകാൻ കഴിയില്ല. എവിടെ ചെന്നാലും ഞാൻ പറയാറുള്ള മറ്റൊരു കാര്യമാണ്, നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയണം. ഇപ്പൊ പിന്നെ ടിവിയില് സിനിമയൊക്കെ നിമിഷം നിമിഷം പല ചാനലുകൾ കാണാൻ കഴിയും. പണ്ട് അത്രയേറെ ഒരു സിനിമ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് വാർത്തകൾ ഇടയ്ക്ക്, സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വാർത്തകൾ വരും. ഈ വാർത്ത കാണുന്ന സമയത്ത് നമ്മുടെ സഹോദരിമാർ അവരേത് തലത്തിലുള്ളവരാവട്ടെ, വിദ്യാഭ്യാസമുള്ളവരാവട്ടെ ഇല്ലാത്തവരാകട്ടെ, കർഷകരാവട്ടെ കർഷക തൊഴിലാളികളാവട്ടെ ഉദ്യോഗസ്ഥകളാകട്ടെ പട്ടണവാസികളാകട്ടെ, വാർത്തകൾ കാണുന്നു. വാർത്തകൾക്ക് വേണ്ടി ചലച്ചിത്രം 10 നിമിഷത്തേക്ക് മാറ്റിവെക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അടുക്കളയിൽ ജോലികളായി. ആ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം? മീൻ വെട്ടണം, കുഞ്ഞുങ്ങൾക്ക് പാല് കാച്ചണം, അതുപോലെ കഞ്ഞി വെക്കണം. സകലമാന ജോലികളും കഴിഞ്ഞതിന് ശേഷം ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ 10 മിനിറ്റ് കാണുന്ന വാർത്ത കാണാതെ, വാർത്ത കഴിഞ്ഞാൽ ഉടൻ ചലച്ചിത്രം വീണ്ടും തുടരുമെന്ന് പറയുമ്പോ വീണ്ടും ആ ടിവിയുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ടില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് അറിയേണ്ടതില്ലേ? നമുക്ക് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തേണ്ടതില്ലേ? നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതില്ലേ? അപ്പോ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാതെ നമ്മൾ തന്നെയാണ് ഒരു പരിധിവരെ ഈ മാധ്യമങ്ങളുടെ, ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ സമീപനം അതിന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് സ്ത്രീകൾക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ കാലയളവില് ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് 33% സംവരണം പഞ്ചായത്തി രാജ് നഗരപാലിക നിയമത്തിലൂടെ നടപ്പിലാക്കി. ഇന്ന് 10 ലക്ഷത്തിലധികം വരുന്ന സഹോദരിമാർ പഞ്ചായത്തുകളിലേക്ക് ഭരണ സാന്നിധ്യത്തിലേക്ക് കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന ഒക്ടോബർ 2-ാം തീയതി കൈമാറ്റം ചെയ്യപ്പെടുന്ന അധികാരം കൈമാറ്റം ചെയ്യപ്പെടുമ്പോ ഏകദേശം 50% എന്നുള്ളത് 63% വരുന്ന സഹോദരിമാർ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോലും നമ്മുടെ മുന്നിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാലത്തിനനുസൃതമായിക്കൊണ്ട് എല്ലാ രംഗങ്ങളിലും മാറ്റമുണ്ടാകണം. സ്ത്രീകളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ബോധവതികളാകണം. മാധ്യമങ്ങൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ നിറവേറ്റുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് സ്വയം പരിശോധന നടത്തുവാൻ അവർ തയ്യാറാകണം. അങ്ങനെ സ്വയം പരിശോധന നടത്തുമ്പോൾ കേരളത്തിലെ വിവിധ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന വനിതാ സംഘടനകളുടെ അടക്കമുള്ള അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് സ്വയം വിമർശന രംഗത്തേക്ക് കടന്നു പോകുവാൻ ഈ സംസ്ഥാനത്തെ മാധ്യമങ്ങളടക്കം ശ്രമിക്കണമെന്നുള്ളതാണ് അതേപ്പറ്റി എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ വിവിധ വിഷയങ്ങളുണ്ട്. ഇപ്പൊ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങളോടൊക്കെ ചിലർ ചോദിക്കും, എവിടെയെങ്കിലും ഒരു പീഡന വിഷയമുണ്ടായാൽ ഉടനെ നമ്മളെയൊക്കെ വിളിക്കും, നിങ്ങൾ വരണം, ഇടപെടണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പീഡനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയല്ല വനിതാ സംഘടനകൾ. വളരെ അസുഖകരമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ ദിവസേന പത്രമാധ്യമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ പീഡനങ്ങളുടെ പരമ്പരകൾ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. സ്കൂളിലേക്ക് കുട്ടികളെ അയച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് അവർ വരാൻ വൈകി കഴിഞ്ഞാൽ നമ്മള് മാതാപിതാക്കന്മാരുടെ മനസ്സിൽ നിന്ന് ആദിയാണ് അല്ലേ?
എവിടെ പോയി, എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് നമ്മുടെ കുട്ടി എത്തുക എന്നുള്ള വലിയ ഒരു വ്യാധിയാണ് നമുക്ക് ഇന്നുണ്ടായിട്ടുള്ളത്. ഇപ്പൊ നിശ്ചയമായിട്ടും ഇന്ന് സമൂഹത്തിലാകമാനം പടർന്നു പിടിച്ചിരിക്കുന്ന ഇത്തരം സംഭവങ്ങളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ പരിശ്രമം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ഏറെക്കാലമായി ഞാൻ എടുത്ത് ഓരോന്നിന്റെയും പേര് പറയുന്നില്ല. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ ചിന്തിച്ചുകൊണ്ട്, മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന നിരവധിയായിട്ടുള്ള സ്ത്രീപീഡന കേസുകളിൽ ഇന്നും ഒരു നടപടിയും എടുക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീ രാഷ്ട്രീയത്തിൽ ഒന്നാമത് നിൽക്കുന്ന, ഈ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൽ ഒന്നാമത് നിൽക്കുന്ന, സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയിൽ ഒന്നാമത് നിൽക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ 14 വയസ്സുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി എയ്ഡ്സ് രോഗം വന്ന് മരണമടഞ്ഞു എന്നുള്ളത് എന്നെ പോലെയുള്ള മുഴുവൻ ആളുകളെയും ഞെട്ടിപ്പിക്കുന്ന ഒരു മഹാസംഭവമാണ്. കോട്ടയം ജില്ലയിലെ പാലായിലെ പൂവരണി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു പെൺകുട്ടിക്ക് അത്തരത്തിലൊരു ദുര്യോഗം വന്നത്. ഇപ്പൊ ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിയമത്തിന്റെ മുന്നിൽ കുറ്റക്കാരെ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ പ്രോത്സാഹനമായി മാറുന്നത് എന്നതിന് ആർക്കും സംശയം വേണ്ട. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ, രാജ്യത്തിന്റെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പെൺകുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ നമുക്ക് എടുത്തെടുത്ത് പറയാനുണ്ട്. ഞാൻ ദീർഘമായി അതിലേക്കൊന്നും തന്നെ കടന്നു പോകുന്നില്ല. ഏതായാലും മാധ്യമങ്ങളിലെ സ്ത്രീ എന്നുള്ള ഈ വിഷയമെടുക്കുമ്പോൾ മാധ്യമങ്ങൾക്കൊപ്പം നമുക്കുമുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ അവകാശങ്ങളെ സംബന്ധിച്ച് നമ്മൾ ബോധവതികളാകണമെന്ന് പറയുമ്പോൾ, സ്ത്രീകൾ സംബന്ധിക്കുന്ന ഒരു യോഗത്തിലേക്ക് അല്ലെങ്കിൽ എവിടെയോ ഒരു സെമിനാറിലേക്ക് കടന്നു വരുമ്പോൾ സ്ത്രീ പീഡനമാണ് ഒന്നാമതായി കടന്നു വരുന്ന ഒരു വിഷയം. സ്ത്രീധന നിരോധനമാണ് മറ്റൊരു വിഷയം. സ്ത്രീധന നിരോധനത്തെ സംബന്ധിച്ചൊക്കെ പറയാൻ ബഹുമാന്യരായ ഞാനും ഒരു അഭിഭാഷകയാണ്. എന്നാൽ കൂടി അഭിഭാഷക വൃത്തിയിൽ ശക്തമായി നിൽക്കുന്ന സഹോദരിമാർ ഇവിടേക്ക് കടന്നു വരുമെന്നുള്ളത് കൊണ്ട് ദീർഘമായി പറയുന്നില്ല. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും, കൊടുക്കുന്നതിന് സാക്ഷി നിൽക്കുന്നതും വാങ്ങുന്നതിന് സാക്ഷി നിൽക്കുന്നതും കുറ്റകരവും ശിക്ഷാർഹവുമാണ് എന്ന് വ്യക്തമായി പ്രതിപാദിക്കുന്ന നിയമമുള്ള സ്ത്രീധന നിരോധന നിയമമുള്ള ഈ നാട്ടില് നമ്മൾ ആരും സ്ത്രീധനം കൊടുക്കുന്നത് കാണുന്നില്ല, സ്ത്രീധനം വാങ്ങുന്നത് കാണുന്നില്ല, സ്ത്രീധനം കൊടുക്കുന്നതിന് സാക്ഷ്യം വഹിക്കുന്നവരെ കാണുന്നില്ല, വാങ്ങുന്നതിന് സാക്ഷ്യം വഹിക്കുന്നത്. ഇതെല്ലാം സത്യമാണോ? ഇത് സത്യമല്ല. ഞാനും നിങ്ങളുമൊക്കെ ഉത്തരവാദിയായി ഇതിന്, അല്ലെ? സ്ത്രീധനത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എത്ര വലുതാ. ഇവിടെ ജസ്റ്റിസ് ശ്രീദേവി സൂചിപ്പിച്ചു ആഡംബര കല്യാണങ്ങളെ സംബന്ധിച്ച്. ആഡംബരവും ധൂർത്തും നമ്മളെ എവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മഹിളാ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ഒരു രാഷ്ട്രീയ സംഘടനയാണെങ്കിൽ പോലും അതിനകത്ത് വളരെ വ്യക്തമായിട്ട് 2 ഉദ്ദേശ ലക്ഷ്യങ്ങളിലൂടെ ഞങ്ങൾ കേരളമൊട്ടാകെ ഒരു യാത്ര നടത്തിയതാണ്. സ്ത്രീനീതി, സ്ത്രീശക്തി എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് രാഷ്ട്രീയ വിഷയങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് സ്ത്രീകളുടെ പൊതുവായ പ്രശ്നങ്ങൾക്ക് പൊതുവേദി എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തിലൂടെ കേരളമൊട്ടാകെ ഏകദേശം 140-150 പോയിന്റുകളിൽ ഞങ്ങൾ പ്രസംഗിച്ച് ജനങ്ങളുമായി ഇടപഴകി, സ്ത്രീകളുമായി ഇടപഴകിക്കൊണ്ട് ഞങ്ങൾ ഒരു വലിയ സംരംഭത്തിന് തുടക്കം കുറിച്ചതാണ്. ആ സംരംഭത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളിൽ തുറന്നു പറയാൻ തയ്യാറുള്ള ഒരുപാട് സഹോദരിമാരെ കണ്ടെത്താൻ കഴിഞ്ഞു. ഇവിടെ പറഞ്ഞതുപോലെ ആർഭാട കല്യാണം അതിന്റെ ഒന്നാമത്തെ വിഷയത്തിലൊന്നാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ പെൺഭ്രൂണഹത്യക്കെതിരെ നമ്മൾ ജനങ്ങളെ അവബോധം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യമെടുത്തുകൊണ്ട് സ്ത്രീധന നിരോധന നിയമം ശക്തമായി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാലി കല്യാണങ്ങളും മൈസൂർ കല്യാണങ്ങളും ഒക്കെ നിർത്തണം എന്ന ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് മുന്നോട്ട് പോയതാണ്. ഇന്നും അതിന്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിശ്ചയമായും സ്ത്രീകൾക്ക് തുറന്നു പറയാനുള്ള പൊതുവായ വേദികളാണ് ആവശ്യം. വനിതാ കമ്മീഷൻ പോലെയുള്ള നമുക്കറിയാം ഭരണഘടനാപരമായി സ്ഥാപിതമായിട്ടുള്ള നിരവധി വേദികൾ നമുക്കുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രയോജനം ഉപയോഗപ്പെടുത്തുവാൻ നമ്മുടെ സഹോദരിമാർ തയ്യാറാകണം. ആർഭാട കല്യാണങ്ങൾ അവസാനം ചെന്നെത്തുന്നത് എവിടെയാണ്? കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ 100% സാക്ഷരതയും സ്ത്രീ വിദ്യാഭ്യാസവും സ്ത്രീ രാഷ്ട്രീയ പ്രബുദ്ധതയും ഒക്കെ പറയുമ്പോഴും ആത്മഹത്യയിൽ, കൂട്ട ആത്മഹത്യയിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഒന്നാമതെത്തി നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്നുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് കേരളം ഈ കുടുംബ ആത്മഹത്യകളിലേക്ക് കടക്കുന്നത്? പലപ്പോഴും ഇത്തരത്തിൽ കുടുംബ ആത്മഹത്യകൾ നടക്കുന്ന സ്ഥലങ്ങളില് അതിന്റെ പിന്നാമ്പുറത്തുള്ള കഥകളെ സംബന്ധിച്ച്, കാര്യങ്ങളെ സംബന്ധിച്ച് വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആർഭാടകരമായിട്ടുള്ള ജീവിതമാണ് ഇത്തരത്തിൽ കുടുംബ ആത്മഹത്യകളിലേക്ക് എത്തുന്നത്.
ഇവിടെ ഇരുന്ന് ഇപ്പോൾ എന്റെ മൊബൈൽ ഫോണിൽ ഒന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട ആഡംബര കാറുകൾ കൊണ്ടുതരാൻ പറ്റുന്ന സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. പലിശയ്ക്ക് പണം കിട്ടുവാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇന്ന് തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകൾ താമസിക്കുന്ന ഏത് രീതിയിലാണോ അതുപോലെ ജീവിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അയൽപക്കത്തുള്ള ആളിന്റെ മകളെ ഏത് രീതിയിൽ കല്യാണം കഴിച്ചയച്ചുവോ അതുപോലെ തന്നെ സ്വന്തം മകളെ കല്യാണം കഴിച്ചയക്കുന്നതിന് വേണ്ടി ആർഭാടത്തിന്റെ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ പണത്തിന് വേണ്ടിയുള്ള ആ വ്യഗ്രതയില് അമിതമായിട്ടുള്ള ഈ പലിശക്കെടുതിയിലേക്ക് കേരളീയ കുടുംബങ്ങൾ ചെന്നെത്തുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഈ അവസരത്തിൽ സഹോദരിമാരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഈ പലിശക്കെടുതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? കിട്ടാവുന്നത് മുഴുവൻ വാങ്ങിക്കും. അപ്പൊ നമ്മൾ ഓർക്കും, ഇത്രയും വെച്ചങ്ങ് കൊടുത്ത് തീർത്താൽ മതിയല്ലോ, കൂടി വന്നാൽ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം. പക്ഷേ അമിതമായ പലിശക്കെടുതിയിലേക്ക് നമ്മൾ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, ആർഭാടത്തിന്റെ പേരിൽ, അലങ്കാരത്തിന്റെ പേരിൽ മുന്നോട്ട് പോകുമ്പോൾ അന്തിമമായി ചെന്നെത്തുന്നത് ഈ പണം തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ്. കല്യാണം കഴിച്ചയച്ച് വിടുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ അവിടെയും സമാധാനമുണ്ടാകില്ല. തിരിച്ച് പലിശക്കാരുടെ ശല്യം കൊണ്ട് സ്വന്തം വീട്ടിൽ ഒരു നേരത്തെ കഞ്ഞി വെക്കാൻ കഴിയാത്ത സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ പല കുടുംബങ്ങളും കുടുംബ ആത്മഹത്യകളിലേക്ക് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പലിശക്കെടുതിയാണ് എന്ന് ഈ അവസരത്തിൽ പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരുപാട് തരത്തിലുള്ള ഈ പലിശയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രചരണങ്ങൾ, പലിശക്കെതിരായിട്ടുള്ള പ്രചരണങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ഞാൻ ഓർമ്മിക്കുന്നു. ഇത് ഏത് വിഭാഗം നടത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചല്ല, ആര് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള നമ്മൾ എതിർക്കേണ്ട സംവിധാനങ്ങളുമായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു, അവരുമായിട്ടൊക്കെ കൂട്ടുചേർന്നുകൊണ്ട് നമ്മുടെ വനിതാ സംഘടനകൾ യോജിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരായി അതിശക്തമായി നിലകൊള്ളുവാൻ തയ്യാറാവണം. ദീർഘമായി ഞാൻ പ്രസംഗിച്ച് കടന്നു പോകുന്നില്ല. എനിക്കറിയാം, എനിക്കും സമയ പരിമിതി ഉള്ളതിനെ സംബന്ധിച്ച് കുറിപ്പ് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞത് നന്നായി. ഏതായാലും എന്റെ പരിമിതിയെ സംബന്ധിച്ചും എനിക്കറിയാം. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, നിരവധിയായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാൻ തയ്യാറാവണം. ഗാർഹിക പീഡന സംരക്ഷണ നിയമം, ഗാർഹിക പീഡനങ്ങളിൽ നിന്നും ഗൃഹാന്തരീക്ഷത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന സാധാരണ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. നിങ്ങളുടെ ജനുവരി 24-ാം തീയതി നടക്കുന്ന മഹാസമ്മേളനം ഒരു ചരിത്ര സംഭവമായി മാറുന്നതിന് വേണ്ടി അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾ ഉയർത്തുന്ന എല്ലാ നല്ല മുദ്രാവാക്യങ്ങൾക്കും ഒപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞാനും എന്റെ സംഘടനയും തയ്യാറാണ് എന്നുള്ള വിഷയം കൂടി ഇവിടെ പറഞ്ഞുകൊണ്ട്, നാളെ ആലപ്പുഴയിലെ നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ